So അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. Design a simply supported slab for a room of dimension 4 meter by 5 meter. Slab is subjected to 3 kN per meter square live load and 1 kN per meter square finished load. Use M20 concrete and Fe415 steel. Assume the slab corners are free to lift up. So ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? Find the type of slab. So first step, determining type of slab. ഇപ്പോൾ നമുക്ക് ലോങ്ങർ സ്പാൻ ബൈ ഷോർട്ടർ സ്പാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. 5 meter by 4 will give you 1.25, which is less than 2. So this is a two-way slab. So ഇത്രയും കിട്ടിയല്ലോ. ഇനി ക്വസ്റ്റ്യൻ പറയുന്നത് ശ്രദ്ധിക്കുക, ഇത് വായിച്ചു നോക്കുക. സ്ലാബ് കോർണേഴ്സ് ആർ ഫ്രീ ടു ലിഫ്റ്റ് അപ്പ്. സ്ലാബ് കോർണേഴ്സ് ഫ്രീ ടു ലിഫ്റ്റ് അപ്പ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we are not imposing any restraints at the corners of slab. The slab edges or corners will not have any restraints. Restraint ഇല്ലാത്തടത്തോളം അവിടെ ടോർഷൻ ഡെവലപ്പ് ചെയ്യില്ല. ഓക്കെ, ഫ്രീ ടു ലിഫ്റ്റ് അപ്പ് ആയതുകൊണ്ട് ടോർഷൻ ഡെവലപ്പ് ചെയ്യില്ല. ടോർഷൻ ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ട് ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ആവശ്യവും ഇല്ല. സോ ദിസ് ഈസ് എ ടോർഷണലി unrestrained slab. Okay, fine. ഇനി അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ഡിറ്റർമിനിങ് സ്ലാബ് ഡെപ്ത് അല്ലേ? സ്ലാബ് ഡെപ്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളെപ്പോഴും പറഞ്ഞു ഷോർട്ടർ സ്പാൻ വെച്ചേ സ്ലാബ് ഡെപ്ത് കണ്ടുപിടിക്കുള്ളൂ. ഇഫക്റ്റീവ് സ്പാൻ ബൈ ഇഫക്റ്റീവ് ഡെപ്ത് റേഷ്യോയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ വി ഷുഡ് നോ ദ ഇഫക്റ്റീവ് സ്പാൻ അലോങ് ദ ഷോർട്ടർ ഡയറക്ഷൻ. ഷോർട്ടർ സ്പാനിലുള്ള ഷോർട്ടർ ഇഫക്റ്റീവ് സ്പാനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ വാട്ട് ഈസ് ഷോർട്ടർ ഇഫക്റ്റീവ് സ്പാൻ? ഷോർട്ടർ ഇഫക്റ്റീവ് സ്പാൻ given by L suffix x is equal to ഷോർട്ടർ ഇഫക്റ്റീവ് സ്പാൻ എന്ന് പറഞ്ഞാൽ ക്ലിയർ സ്പാൻ പ്ലസ് ഡി അല്ലെങ്കിൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സപ്പോർട്ട്സ്. നമുക്ക് ക്ലിയർ സ്പാൻ പ്ലസ് ഡി കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സപ്പോർട്ട്സ് ആണ് എടുക്കുന്നത്. സോ ഇറ്റ് ഈസ് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സപ്പോർട്ട്സ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ആക്ച്വലി ക്ലിയർ സ്പാൻ പ്ലസ് വിഡ്ത്ത് ഓഫ് സപ്പോർട്ട് അല്ലേ? സപ്പോർട്ട് വിഡ്ത്ത് ക്വസ്റ്റ്യനിലൊന്നും തരാത്തത് കൊണ്ട് വി ആർ ടേക്കിംഗ് സപ്പോർട്ട് വിഡ്ത്ത് ആസ് 23 centimeters, 0.23 meters. ഓക്കെ, ക്ലിയർ സ്പാൻ നമുക്ക് അറിയാം. ഷോർട്ടർ ഇഫക്റ്റീവ് സ്പാനിൻ്റെ ക്ലിയർ സ്പാൻ എന്ന് വെച്ചാൽ 4 meters ആണ്. Okay, so substitute it here. 4 plus 0.23 is 4.23 meters. Okay, now Lx by D is less than or equal to effective span by effective depth for slab, simply supported slab ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. So it is 20 into modification factor. ഒരു two-way സ്ലാബിൻ്റെ മോഡിഫിക്കേഷൻ ഫാക്ടർ ഇറ്റ് ഈസ് 1.50. ഓക്കെ, അത് നമ്മൾ പഠിച്ചതാണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ഹിയർ. Lx 4.23 meters ആണ്. സോ ഇറ്റ് ഈസ് 4230 millimeters divided by D less than or equal to 20 into modification factor is 1.50. So substituting it here, you take D to the other side and this right hand side is brought to the left hand side. You will get it as D is greater than or equal to, and solve ചെയ്യുമ്പോൾ you will get it as 141 millimeter. Okay, so I am taking D is equal to 145 millimeter. Okay, and effective cover is taken as effective cover is equal to 25 mm എന്ന് assume ചെയ്തു കഴിഞ്ഞാൽ therefore overall depth of slab is equal to 145 plus 25 equal to 170 mm. Okay, so അങ്ങനെ നമ്മൾ ഓവറോൾ ഡെപ്ത് ഓഫ് സ്ലാബ് കണ്ടുപിടിച്ചു. ഫൈൻഡിങ് ഇഫക്റ്റീവ് സ്പാൻ Lx and Ly. ഷോർട്ടർ ഇഫക്റ്റീവ് സ്പാൻ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് മിനിമം ഓഫ് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സപ്പോർട്ട്സ്. സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സപ്പോർട്ട്സ് ഓൾറെഡി നമ്മൾ എഴുതിയതാണ്. ഇറ്റ് ഈസ് 4.23 meters. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദ അതർ തിങ്? ഇറ്റ് ഈസ് ക്ലിയർ സ്പാൻ പ്ലസ് ഡി. Clear span is 4 meters plus
effective depth എത്രയാണ് 145 millimeter, that is 0.145 equal to 4.145 meters. So ഇതിൽ രണ്ടിലും മിനിമം എത്രയാണ്? It is 4.145 meters. Okay. Similarly, along longer span, effective span കണ്ടുപിടിക്കുക. It is minimum of center to center distance between supports is nothing but clear span plus support width, that is 0.23 is 5.23 meters, or clear span plus D, that is 5 plus 0.145, 5.145 meters. Okay, so this നമുക്ക് എത്ര കിട്ടും? Minimum of these two is 5.145 meters. So that is Lx and Ly. So next step is determining moment of resistance of the slab. Moment of resistance. Slab. So slab in moment of resistance കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ലോഡ് കാൽക്കുലേഷൻ ആണ് പതിവുള്ളത്. അപ്പോൾ അത് ചെയ്യാം. ലോഡ് കാൽക്കുലേഷൻ ആദ്യം ഡെഡ് ലോഡ് കണ്ടുപിടിക്കുക, ദാറ്റ് ഈസ് 25 kilonewton per meter cube into width of the slab is 1 meter into depth of the slab is 170 millimeter equal to 0.17 meters. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 4.25 kilonewton per meter എന്ന് കിട്ടും. Similarly, find live load. Live load in the question it is given as 3 kilonewton per meter square. For 1 meter width it is 3 kilonewton per meter. Similarly, finish load is 1 kilonewton per meter square. For 1 meter width you will get it as 1 kilonewton per meter. So total load calculate. Total load is W equal to 8.25 kilonewton per meter. Okay. So total load കിട്ടിയാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഫാക്ടേർഡ് ലോഡ് കണ്ടുപിടിക്കും. WU is equal to 1.5 times W. ഓക്കെ, ഇത് എത്ര കിട്ടും? 1.5 into 8.25 ചെയ്യുക. ഇത് 12.375 എന്ന് കിട്ടും. 12.375 kilonewton per meter. ഓക്കെ, അപ്പോൾ ഇത്രയും ആയി. അടുത്തത് മൊമെൻറ്റ് കണ്ടുപിടിക്കണം. മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് IS കോഡിൽ കൃത്യമായി പറയുന്നുണ്ട്. പേജ് നമ്പർ 90. ഇറ്റ് ഈസ് എ സ്ലാബ് വിച്ച് കംസ് അണ്ടർ ദിസ് സെക്ഷൻ D2 സെക്ഷനിൽ വരുന്ന സ്ലാബാണ്. റെസ്ട്രെയിൻഡ് സ്ലാബ് അല്ല, ടോർഷണലി അൺറെസ്ട്രെയിൻഡ് സ്ലാബാണ് സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ് എന്ന് പറഞ്ഞ IS കോഡ് എടുത്തിട്ടുള്ളത്. നമ്മൾ അതെടുക്കുക. സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബിൽ എങ്ങനെയാണ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് കൃത്യമായി കോഡ് പറയുന്നുണ്ട്. mx is equal to alpha x WLX square and my is equal to alpha y WLX square, where alpha x and alpha y depends upon table 27. 27 എന്ന് വേണം alpha x alpha y വാല്യൂസ് എടുക്കേണ്ടത്. ഓക്കെ, സോ അത് എഴുതാം. mx is equal to alpha x WLX square and my is equal to alpha y WLX square. ഓക്കെ, ഇവിടെ LY അല്ല LX square ആണ് ചെയ്യേണ്ടത്. ഇനി W വാല്യൂ എപ്പോഴും ഫാക്ടേർഡ് ലോഡ് വേണം ഉപയോഗിക്കാൻ. സോ WU ആണ്, എങ്കിലേ നമുക്ക് കിട്ടുന്ന ആൻസർ ഫാക്ടേർഡ് മൊമെൻ്റ് ആകുള്ളൂ. ഓക്കെ, ഇതിനകത്ത് LXൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു, WUവിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടി. ആൽഫ എക്സും ആൽഫ വൈയും ചൂസ് ചെയ്യണം. സോ വി ഷുഡ് നോ ആൽഫ എക്സ് ആൻഡ് ആൽഫ വൈ വാല്യൂസ്. ഇത് ഇങ്ങനെ ടോർഷണലി അൺറെസ്ട്രെയിൻഡ് സ്ലാബുകൾക്ക് വേണ്ടി ടേബിൾ 27 എന്ന് വേണം ചൂസ് ചെയ്യാൻ. ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാല്യൂ ഓഫ് LY/LX. സോ LY/LX വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സോ വാട്ട് ഈസ് LY/LX? LY ഈസ് 5.145 divided by LX is 4.145 is equal to 1.24 എന്ന് കിട്ടും. ഓക്കെ, 1.2 വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫ എക്സും ആൽഫ വൈയും നമുക്കറിയാം. 1.3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫ എക്സ് ആൽഫ വൈയും
ഈ ടേബിളിൽ നിന്ന് കിട്ടും. ഓക്കെ, സോ അതിൽ നിന്ന് സ്യൂട്ടബിളി നമുക്ക് ആൽഫ എക്സ് ഫോർ അവർ കേസ് LY/LX = 1.24 എന്നുള്ളത് കണ്ടുപിടിക്കണം. സോ ആൽഫ എക്സ് for 1.2 is 0.084 and for 1.3 is 0.093. നമുക്ക് LY/LX വാല്യൂ 1.24 ആണ്. ഇൻ്റർപോളേഷനിലൂടെ നിങ്ങൾക്ക് കറക്റ്റ് വാല്യൂ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഏകദേശം നോക്കുക, 1.24 ഈസ് ഓൾമോസ്റ്റ് ഇൻ ദ മിഡ് വേ ബിറ്റ്വീൻ 1.2 ആൻഡ് 1.3. അപ്പോൾ ഈ രണ്ട് വാല്യൂസിൻ്റെയും ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും ആൽഫ എക്സ്. സോ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 0.087. ഓക്കെ, ഇനി അടുത്തത് ആൽഫ വൈ ചൂസ് ചെയ്യുക. ഇറ്റ് ഈസ് അഗെയിൻ മിഡ് വേ ബിറ്റ്വീൻ 0.059 ആൻഡ് 0.055. നമുക്ക് 0.057 ചൂസ് ചെയ്യാം. ഓക്കെ, സോ അത്രയായി. നമുക്ക് ഈ വാല്യൂസ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് MX ആൻഡ് MY വാല്യൂസ് കണ്ടുപിടിക്കണം. Therefore MX is equal to alpha x is 0.087 into WU is 12.375 into LX എന്ന് പറഞ്ഞാൽ 4.145 സ്ക്വയർ. ഇത് സോൾവ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 18.50 കിലോന്യൂട്ടൺ മീറ്റർ. ഓക്കെ, സിമിലർലി MY വാല്യൂ എടുക്കുക. MY വാല്യൂ 0.057 into 12.375 into 4.145 സ്ക്വയർ. ഇത് സോൾവ് ചെയ്യുമ്പോഴും യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 12.12 കിലോന്യൂട്ടൺ മീറ്റർ. ഫൈൻ. ഫൈൻഡ് ദ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ്. നമുക്ക് രണ്ട് സ്പാൻ ഉണ്ട്. രണ്ട് സ്പാൻ വെച്ച് സോൾവ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ടു വാല്യൂസ് ഓഫ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ആൻഡ് വി ഹാവ് ടു കമ്പയർ ഇറ്റ് വിത്ത് XU max. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഷോർട്ടർ സ്പാന് വേണ്ടി ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് കണ്ടുപിടിക്കാം. സോ ഫോർ ഷോർട്ടർ സ്പാൻ വി നോ ഷോർട്ടർ സ്പാനിന് മൊമെൻറ്റ് MX ആണ്. ഈസ് ഈക്വൽ ടു 0.36 FCK BXU into D minus 0.42 XU. MX വാല്യൂ 18.5 കിലോന്യൂട്ടൺ മീറ്റർ ആയിരുന്നു. സോ 18.50 into 10⁻6 ന്യൂട്ടൺ മില്ലിമീറ്റർ ഈക്വൽ ടു 0.36 into 20 മെഗാപാസ്കൽ ആണ് FCK ആൻഡ് B is 1000 millimeter into XU into D is 145 minus 0.42 XU. സോ ഈ ഇക്വേഷനെ നമുക്ക് റീഅറേഞ്ച് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ഇറ്റ് എസ് 3024 XU സ്ക്വയർ minus 1044,000 XU plus 18.50 into 10⁻6 is equal to 0. So this is a typical quadratic equation and you know how to solve quadratic equation and you will get XU to be approximately equal to 18.73 millimeter. Okay, for shorter span. Similarly longer span കണ്ടുപിടിക്കുക. For longer span, okay, MY is equal to 0.36 FCK BXU into D minus 0.42 XU. Longer span it is 12.12 into 10⁻6 is equal to 0.36 into 20 into 1000 XU into 145 minus 0.42 XU. ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ you will get it as 3024 XU square minus 1044,000 XU plus 12.12 into 10⁻6 equal to 0. So ഇതിനെ quadratic equation solve ചെയ്യുമ്പോൾ you will get XU equal to 12.03 millimeter. Okay, so separately for shorter span and longer span you have found out the depth of neutral axis. Now find XU max. XU max കണ്ടുപിടിക്കുക. ഓക്കെ, XU max നമുക്കറിയാം it is equal to 0.48 D for Fe 415 grade steel. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.48 into 145 ഇത് നിങ്ങൾക്ക് കിട്ടും 69.60 millimeter. Okay, since
ഈ രണ്ട് വാല്യൂസും എക്സ് യു മാക്സിനേക്കാളും കുറവാണ്. സോ ദിസ് ഈസ് എ ടിപ്പിക്കൽ അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ. സിൻസ് എക്സ് യു ഫോർ ബോത്ത് സ്പാൻസ് ഈസ് ലെസ് ദാൻ എക്സ് യു മാക്സ് implies under reinforced section. ഓക്കെ, അപ്പോൾ ഇത്രയും ആയ സ്ഥിതിക്ക് നമുക്ക് ഇനി അടുത്ത ഏരിയ ഓഫ് സ്റ്റീലിലേക്ക് കിടക്കാം. ഏരിയ ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ട് സ്പാനിനും പ്രത്യേക ഏരിയ ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കണം. സോ ഫൈൻഡിങ് സ്റ്റീൽ ഏരിയ for shorter span. അപ്പോൾ ഇതിനു വേണ്ടി ഷോർട്ടർ സ്പാന് വേണ്ടി നമ്മൾ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസിൻ്റെ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്താൽ മതി. എക്സ് യു ഇസിക്കൽ ടു 0.87 എഫ് വൈ എ എസ് ടി ഡിവൈഡഡ് ബൈ 0.36 എഫ് സി കെ ബി. സോ എക്സ് യു ഇവിടെ ഉള്ള കേസിൽ എക്സ് യുവിൻ്റെ വാല്യൂ ഫോർ ഷോർട്ടർ സ്പാൻ ഇറ്റ് ഈസ് 18.73 millimeter equal to 0.87 into 415 AST divided by 0.36 into 20 into 1000. ഇതിനെ സോൾവ് ചെയ്യുക, യു വിൽ ഗെറ്റ് AST ഈക്വൽ ടു 374 millimeter square എന്ന് കിട്ടും. ഓക്കെ, സ്പേസിങ് കണ്ടുപിടിക്കണം. ഷോർട്ടർ സ്പാനിലുള്ള സ്റ്റീലിൻ്റെ സ്പേസിങ് കണ്ടുപിടിക്കുക. ഫോർ സ്പേസിങ് അസ്യൂം 12 mm ഡയ ബാർസ് അസ്യൂം ചെയ്യാം. 12 mm dia bars. Spacing is equal to 1000 AB by AST. So 1000 into AB is pi by 4 into 12 square divided by 374. ഇത് നിങ്ങൾക്ക് around 302 millimeter എന്ന് കിട്ടും. ഓക്കെ, 302 millimeter എന്ന് കിട്ടും. നമുക്കറിയാം സ്പേസിംഗ് ഫോർ മെയിൻ ബാർസ് should be less than or equal to 3D or 300 mm, whichever is less. So അത് കണ്ടുപിടിക്കുക. 3 into 145 is 435 millimeter or 300 mm, whichever is less. ഇത് രണ്ടിലും മിനിമം ഏതാണ്? 300 mm. നമുക്ക് സ്പേസിങ് കണ്ടുപിടിച്ചത്, നമുക്ക് കിട്ടിയ സ്പേസിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 302 millimeter. സോ അതുകൊണ്ട് നമ്മൾ 300നോ 300നേക്കാളും കുറഞ്ഞതായിട്ടുള്ള ഒരു വാല്യൂ വേണം സ്പേസിംഗ് ആയിട്ട് ചൂസ് ചെയ്യാൻ. സോ പ്രൊവൈഡ് 12 mm dia bars at 300 mm center to center along shorter span. ഓക്കെ, അപ്പോൾ സ്റ്റീൽ ഏരിയ ഫോർ ഷോർട്ടർ സ്പാനായി. ഇനി സ്റ്റീൽ ഏരിയ ഫോർ ലോങ്ങർ സ്പാൻ കണ്ടുപിടിക്കണം. ഓക്കെ, ഫൈൻഡ് സ്റ്റീൽ ഏരിയ ഫോർ ലോങ്ങർ സ്പാൻ. സെയിം പ്രൊസീജിയർ തന്നെയാണ്. സ്റ്റെപ്സ് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കണ്ടോ. 0.87 FY AST by 0.36 FCK B. എക്സ് യുവിൻ്റെ വാല്യൂ ഫോർ ലോങ്ങർ സ്പാൻ നമുക്ക് കിട്ടിയത് 12.03 millimeter ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് ഹിയർ ഇൻറ്റു 415 AST by 0.36 ഇൻറ്റു 20 ഇൻറ്റു 1000. ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് AST 240 millimeter square എന്ന് കിട്ടും. ഓക്കെ, again assume 12 mm dia bars. ഓക്കെ, സ്പേസിങ് എത്ര കിട്ടും? സ്പേസിങ് is equal to 1000 AB by AST, 1000 into pi by 4 into 12 square divided by 240. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്പേസിങ് 470 millimeter എന്ന് കിട്ടും.
ഓക്കെ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് 1 way സ്ലാബും ഉണ്ട് 2 way സ്ലാബും ഉണ്ട്. 1 way സ്ലാബിൽ മെയിൻ ബാർസ് ഷോർട്ടർ സ്പാനിൽ പ്രൊവൈഡ് ചെയ്തു, ലോങ്ങർ സ്പാനിൽ ഡിസ്ട്രിബ്യൂഷൻ ബാർസ് ആണ് പ്രൊവൈഡ് ചെയ്തു. പക്ഷേ ഇവിടെ 2 way സ്ലാബാണ്, ലോങ്ങർ സ്പാൻ ആയാലും ഷോർട്ടർ സ്പാൻ ആയാലും മെയിൻ ബാർസ് മാത്രമേ ഉള്ളൂ. സോ ഇവിടെയും സ്പേസിങ് ഷുഡ് ബി ലെസ് ദാൻ 3D ഓർ 300 mm, അല്ലാതെ 5D ഓർ 450 mm അല്ല, whichever is less. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിച്ചതാണ് 3D ഓർ 300 mm. നേരത്തെ കേസിലുള്ള അതേ വാല്യൂ ആണ്, 3D ആയാലും 300 mm ആയാലും. സോ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 300 mm. ഓക്കെ, ഫൈൻ. നമുക്ക് കിട്ടിയത് 470 mm ആണ്. പക്ഷേ 300 300 കുറഞ്ഞ ഒരു വാല്യൂ വേണം പ്രൊവൈഡ് ചെയ്യാൻ. സോ പ്രൊവൈഡ് 12 mm ഡയ മെയിൻ ബാർസ്. ഇവിടെ മെയിൻ ബാർസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മെയിൻ ബാർസ് അറ്റ് ഇവിടെയും മെയിൻ ബാർസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, at 300 mm center to center along longer span.